Okay. Good morning, Miss. Teacher. Good afternoon, teacher. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ട്? Good afternoon, Miss. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon, Miss. വേറെ സൗണ്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും സൗണ്ട് Yes, Miss. ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂള് വിട്ടിട്ടുള്ളത് സ്കൂൾ ബസ്സിൽ കയറേണ്ടതിന്റെ സൗണ്ട് ആണ്. ഇന്നെന്തായിരുന്നു നമ്മുടെ റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞത്? ആദ്യത്തെ പ്ലീസ് അൺമ്യൂട്ട്. നമ്മൾ റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞത് ഏതായിരുന്നു മോനെ? അൺമ്യൂട്ട് ചെയ്യേ ആദ്യത്തെ. Okay, മാത്ര. ഈ മാത്ര പേജ് നമ്പർ 44. അത് ഓക്കി മാത്രല്ലേ? ആ ഓക്കി മാത്രം ഞാൻ കേട്ടത് കേട്ടോ. ഓക്കി മാത്ര അത് ഇന്ന് ഞാൻ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ഡിക്റ്റേഷൻ ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പോ നിങ്ങളും ടേക്ക് യുവർ നോട്ട്ബുക്ക് last page. Take last page. Today's date 24/11/2021. Right. നിങ്ങൾ എവിടെയാണ് നമ്മുടെ ക്ലാസ് ടെസ്റ്റോ അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡിക്റ്റേഷൻ വരുമ്പോൾ എവിടെ എഴുതുന്നത്? മോർണിന്റെ ബുക്കിലാണെങ്കിൽ അവിടെ എവിടെയായാലും കുഴപ്പമില്ല, എഴുതിയാൽ മതി. Then first word is khoda. Khoda. First word is khoda. Second word is khoda എന്ന് പറയുമ്പോൾ khoda എന്ന് മാത്രം പോരാ. കഴിഞ്ഞ ദിവസം ഞാനത് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ എഴുതിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ നിങ്ങൾ എഴുതണം. khoda എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ എഴുതണം. Ayan, are you right? Are you finished? പക്ഷെ അയാൻ എഴുതുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. അയാൻ എവിടെ എഴുതുന്നത് കാണുന്നത്? എവിടെ? Where is your pencil and notebook? Ayan. The next word is tota. Tota. Write Hindi word and English word. Tota. Third word is joker. Joker.
joker. Savio എഴുതുന്നില്ല? എഴുതുന്നില്ല Savio? Last word is more. Sorry, fourth word is more. More. Last word is oats. Oats. ഇവിടെ നമ്മുടെ രാവിലത്തെ ഓഫ്ലൈൻ ക്ലാസ്സിന് ഉണ്ടായിരുന്ന കുട്ടികൾ സെക്കൻഡ് ക്ലാസ്സില് ഒന്നോ രണ്ടോ പേരൊക്കെ ബാക്കി നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. കുട്ടികൾ കുറെ പേരുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവര് ഡിറ്റക്ഷൻ വേർഡ്സ് എഴുതി കഴിയും. പെട്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ ഹിന്ദി വേർഡ് എഴുതി അതേപോലെ ഇംഗ്ലീഷ് വേർഡ്. അപ്പൊ അത് ചെക്ക് ചെയ്യാനും പറ്റി. അപ്പം ഒരു പീരീഡ് എടുത്താണ് നിങ്ങൾ എഴുതിയിരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറെ പേര് ഫ്രീ ആയിട്ട് ലീക്കാണ് അവിടെ എഴുതാതെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് വേർഡ് കോട, സെക്കൻഡ് വേർഡ് ഈസ് തോത്ത, തേർഡ് വേർഡ് ഈസ് ജോക്കർ, ഫോർത്ത് വേർഡ് ഈസ് മോർ, ലാസ്റ്റ് വേർഡ് ഈസ് ഓ. ഹിന്ദി വേർഡ് അതില് ഇംഗ്ലീഷ് വേർഡ്. ശബ്ദം. ഓക്കെ. Then all of you check your answer sheet. Dictation words. കറക്റ്റ് ആയിട്ട് മാത്രം കറക്റ്റ് ശരിയെടുക്കുക. അല്ലാത്തത് തെറ്റാണെങ്കിൽ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രം പോലെ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്റെ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളെ കൊണ്ട് ഞാനത് ബോർഡിൽ എഴുതിപ്പിച്ച് വായിപ്പിച്ചു. ഓക്കെ. ക്ലാസ് notebook. Then take textbook. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിറ്റേഷൻ വേർഡ്സ് ഇട്ടത് ഏതൊക്കെയാണ്? കോട ഹോഴ്സ്, തോത്ത പാരറ്റ്, ജോക്കർ ജോക്കർ, മോർ പീകോക്ക്, മോസ് ഡിയോ. 5 വേർഡ്സ് ഇതൊക്കെയാണ്. മുഹമ്മദ് ആബിദ് അടർന്നില്ലേ? Okay, then next page number 47. Muhammad Abis, please unmute. Abis. Unmute cheya. Unmute cheyde Abis. Unmute ആയിട്ടില്ല. Yes, miss. എന്താ അവിടെ ഗോറി കാണിച്ചോണ്ടിരിക്കുന്നത് അവിടെ? Page number 44. Where is your textbook? Please. Please ഇപ്പം നോട്ട്ബുക്ക് എഴുതിയല്ലേ? Muhammad Abis, tell me the answer. Where is your dictation word? Answer. ഉമ്മ എവിടെ? ഒരു മിനിറ്റ്. ഉമ്മ എവിടെ? ആബിസ്, ആബിസിന്റെ പാരന്റ്സ് എവിടെ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ആബിസ്, പറയുന്ന കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? കേൾക്കുന്നുണ്ട്. എവിടെ അമ്മ? എവിടെ നിന്റെ?
പൊങ്ങി നമ്മള് ഭൂമിയില് കേറി. അമ്മ എവിടെ? എന്ത്? ആഫീസിന്റെ അമ്മ എവിടെ? എന്താണ് അവിടെ? ഞാനിപ്പോ വരുന്നത്ര ഇവിടെ ക്ലാസ്സിന്റെ അടുത്ത്. ആ നല്ല രസമായിരുന്നു ഇവിടെ. മോൻ ഡിറ്റക്ഷൻ വേർഡ്സ് എഴുതിയിട്ടുണ്ടോ? ഇവിടെ എഴുതിയിരുന്നോ? ഇപ്പൊ കൊറേ മിസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വോയിസ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലായാലും നിങ്ങൾക്ക് ഇട്ട് തരുന്നില്ലേ? എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത്? ഇപ്പൊ അന്ന് സുഖമില്ലാണ്ടായതുകൊണ്ട് ഇപ്പൊ ഇന്നലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ്. വേറെ എവിടെ ഉള്ളത്? ആഫീസിന്റെ അനിയനാണോ? ഇവിടെ ഇതിന്റെ മുകളിൽ കുഞ്ഞിയുണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു അവിടെ. അബ്ദുൽ ബാസിത്ത്. രണ്ടുപേരും കൂടെ നല്ല ഉണ്ടായിരുന്നു ഇവിടെ ക്ലാസ്സില്. ഞാനിപ്പോ ഡിറ്റേഷൻ വേർഡ്സ്, ഇനിയിപ്പോ നിങ്ങൾ ക്ലാസ് കയറി ഇതൊക്കെ പഠിച്ച കാര്യമാണ്, റിവിഷൻ ചെയ്യുവാണ്. അപ്പൊ ആ റിവിഷൻ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എന്റെ എക്സാമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിങ്ങനെ വീണ്ടും എടുത്തു തരാൻ പറ്റില്ല, കാരണം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വീണ്ടും ഓൺലൈൻ എടുത്ത് തൊണ്ട പൊട്ടി പോവാണ്, പറ്റുന്നില്ല. ഏതെങ്കിലും കുട്ടിക്ക് ക്ലാസ് കിട്ടിയില്ലെങ്കിലോ കരുതിയിട്ട് ഞാൻ വീണ്ടും ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്, അത് റിവിഷൻ ആയിട്ട്. എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ओके लिसन, पेज नंबर 47 अंग्रेजी शब्द लिखो. अभ्यास 5 कണ്ടോ? अभ्यास 5 अंग्रेजी शब्द लिखो. मस्तनिया दास, അതൊന്ന് വായിച്ചു കേൾക്കണം. തോൽ girl doll drum girl godi lap boat food ഭോജൻ ഫുഡ് order walnut. Okay, then all of you write these words in your notebook. എന്താ ചെയ്യണ്ടേ? അംഗ്രേജി ശബ്ദം ലിഖോ എന്നുള്ള ആ വേർഡ്സ് ധോൽ എഴുതുക, ഹൈപ്പൺ ഡ്രം, ഗോധി ലാപ്പ്, ഭോജൻ ഫുഡ്, അക്കിലോട്ട് വാൾനട്ട്. ഈ വേർഡ്സ് നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ വീണ്ടും എടുത്ത് എഴുതുക. എഴുതിയാൽ മാത്രം പോരാ, ഇത്രയും നാളെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം അല്ലെ? എഴുതിയാൽ മാത്രം പോരാ, അത് പറഞ്ഞുകൊണ്ട് എഴുതുക, പഠിക്കുക കേട്ടോ. അപ്പൊ അവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡില് വീണ്ടും എഴുതി വെക്കുക. ഒരു പ്രാവശ്യം എഴുതണ്ടോ, കാരണം ഇത് നാളത്തെ റിവിഷൻ ആണത്. നാളത്തെ ഇനിയിപ്പോ ഏത് ദിവസമാണ് നിങ്ങൾക്ക് വരുന്നത് അന്ന് നിങ്ങൾക്കത് ക്ലാസ് ടെസ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ഇതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികൾക്ക് എടുത്തു കൊടുത്തത്. കുട്ടികളെ കൊണ്ട് അത് വായിപ്പിച്ചു. ആ ഇംഗ്ലീഷ് വേർഡ് പറയാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വായിക്കാൻ അറിയാത്തവര് എന്നെ സമീപിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ ടോൽ ഡ്രം, ഗോധി ലാപ്പ്, ഭോജൻ ഫുഡ്, അക്കിലോട്ട് വാൾനട്ട്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. ആ ഇംഗ്ലീഷ് വേർഡ് ഇനി മറന്നു പോകാൻ പാടില്ല. എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് നോക്കിയേ, നമ്പർ 6 ഏക ശബ്ദമേ ഉത്തർ ലിഖോ. അല്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാ പറയുന്നത്. ഒറ്റ വേർഡ് മാത്രമേ വേണ്ടൂ. അപ്പൊ അതുകൂടെ ഞാനിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടുമാണ് നിങ്ങൾക്കുള്ള റിവിഷൻ ഉണ്ടാവുക. അതായത് റിവിഷൻ അല്ല, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഗാന കിസ്നെ ഗായ? ഋഷിക രാജ്, ടെൽ മി ദ ആൻസർ. ഗാന കിസ്നെ ഗായ? ആ, ഇവിടെ ആൻസർ എന്താണ്? കോയൽ എന്നാണ് അല്ലെ? കോയൽ. ആരാണ് പാട്ട് പാടിയത്? കോയൽ. അപ്പോൾ നിങ്ങളിപ്പോ ഇംഗ്ലീഷ് വേർഡ് എഴുതാൻ പറഞ്ഞില്ലേ, അംഗ്രേജി ശബ്ദം എഴുതാൻ പറഞ്ഞതിന്റെ താഴെയായിട്ട് കോയൽ എന്ന് എഴുതുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കുക്കു. കോയൽ, കുക്കു. കുക്കു സ്പെല്ലിംഗ് എന്താണ്? എന്താണ് കുക്കു എന്നുള്ളതിന്റെ സ്പെല്ലിംഗ്? COCKOO. കുക്കു. കോയൽ, കുക്കു. അത് കൂടെ എഴുതണം.
അപ്പൊ പോയെന്ന് എഴുതി പഠിക്കണം. എന്തിനാണ്? ആൻസർ എഴുതണമെങ്കിൽ നമ്മള് പോയെന്ന് പറഞ്ഞാൽ പോരാ, ആൻസർ ഷീറ്റിൽ എഴുതുക തന്നെ വേണം. അപ്പോൾ 5ാമത്തെ വേർഡായി അല്ലേ? കോയൽ, കുക്കു. നെക്സ്റ്റ്, ढोल किसने बजाया റയാൻ? ढोल किसने बजाया? ढोल എന്നുള്ളതിന്റെ അംഗ്രേജി ശബ്ദം നമ്മൾ ഇപ്പൊ പഠിച്ചു. എന്താണ്? വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് ढोल? റയാൻ? ഡ്രം. ഡ്രം ആണ്. ढोल किसने बजाया? ഡ്രം ആരാണ് കൊട്ടിയത്? ആരാണ്? നമ്പർ 45 ഉണ്ടല്ലേ? പേജ് നമ്പർ 45 ആരാണ് ഡ്രം കൊട്ടുന്നത്? ആരറിയാൻ? പേജ് നമ്പർ 45 പിക്ചറിൽ കാണുന്നത് ഡ്രം കൊട്ടുന്നത്? ലമാട്ട. ലമാട്ടി. ആര്? ലോ മാ ടി. എന്താണ്? ലോ മാ ടി. എന്താണ് കുട്ടി വായിക്ക? കൂട്ടി വായിക്ക്. എന്നാൽ നമ്മൾ വിജയിച്ചു. അക്ഷരങ്ങൾ അറിയാം. എന്താണ്? ലോ എന്നല്ലേ വായിച്ചത് അക്ഷരം? ലോ എന്ന് വായിക്കുമ്പോ എങ്ങനെയല്ല? ലോമടി. ലോമടി എന്ന് പറഞ്ഞ ആരാ അറിയാൻ? പിന്നെ പറ. പൂച്ചയോ? ആരാ ലോമടി? ആ, ഫോക്സ് ആണ്. ഫോക്സ് അല്ലേ? ഓക്കെ, ഫോക്സ്. അപ്പോൾ കിസ്നെ ബജായ? ലോമടീനെ. അപ്പൊ ഒരു വാക്കും കൂടെ കിട്ടിയല്ലേ? കോയലിന്റെ താഴെയായിട്ട് ലോമടിയിൽ എഴുതുക. ഹൈഫൺ ഫോക്സ്. അപ്പൊ 6 വേർഡ്സ് ആയി. ഏതൊക്കെയാണ്? ढोल ഡ്രം, ഗോദി ലാപ്പ്, ഭോജൻ ഫുഡ്, അക്യുരോട്ട് വാൾനട്ട്, കോയൽ കുക്കു, ലോമടി ഫോക്സ്. सबने मिलजुल कर क्या खाए? रिचर्ड, सबने मिलजुल कर क्या खाए? സമൂസ. ആ, സമോസെ അല്ലേ? എല്ലാവർക്കും എന്താണ് കഴിക്കാൻ കിട്ടിയത്? സമോസെ. ഇപ്പൊ സമോസെ. all of you write in your notebook സമോസെ ഹൈഫൺ സമോസാസ്. സമോസ എന്ന് പറഞ്ഞ ഒരെണ്ണേ ഉള്ളൂ, ഏകവചനാണ്. സമോസ പറഞ്ഞാൽ അനേകം ഉണ്ട്, കുറെ എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ സമോസ എന്ന് പറയുമ്പോൾ സമോസാസ് എഴുതും. എന്താണ് സ്പെല്ലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 45. SAMOSAS. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഞാൻ ഡിറ്റേഷൻ ഇടുന്നതാണ്. ഇപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസറും നമ്മൾ എഴുതി പഠിക്കുവാണ് അല്ലെ? ഇപ്പൊ ഏതൊക്കെ വേർഡ്സ് വേണം എന്ന് പറഞ്ഞേ ജോയൽ? ഇപ്പൊ അംഗ്രേജി ശബ്ദ ലിഖോ എന്ന് പറഞ്ഞ ആ വേർഡ്സിന്റെ കൂടെ തന്നെയാണ് ഈ 3 വേർഡ്സും എഴുതേണ്ടത്. ഏതൊക്കെ വേർഡ്സ് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ ജോയൽ? പ്ലീസ് അൺമ്യൂട്ട്. നോ, അങ്ങനെയല്ല. ढोल ഡ്രം, ലാപ്പ്. ഭോജൻ ഫുഡ്. ഒരാള് മാത്രം വായിക്കേ, ഒരാള് മാത്രം വായിച്ചേ. ജോയൽ മാത്രം വായിക്കേ. അക്യുരോട്ട്, നെക്സ്റ്റ് വേർഡ് നോട്ട്ബുക്കിൽ എഴുതുന്ന വേർഡ്സാ വായിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് എന്താണ്? കോയൽ, കുക്കു. ആ, കുക്കു. ആ, സമോസ, സമോസ. ഓക്കെ, ഇതാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. അലൻ ജോസഫ്,
Read again. Dol, drum, goti, laugh, bhojan, food, agarot, walnut, koel, cuckoo, lomadi, box, samose, samosa. Okay, very good. Next, Hadi Haidar. Dol, drum, godi, laugh, godi, Bhojanano. bhojan, Bhojan. agarot, walnut, koel, cuckoo, lomadi, box, samose, samosas. Okay, very good. Neeranjana. Dhol, drum, Godi, koti, lamp, bhojan, foot, Akhroot, agarot, walnut, Koel, koel, lomadi, samose. Koel എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡ് എടുത്തില്ല. പറഞ്ഞില്ല. Cuckoo, Cuckoo, Neeranjana അത് കംപ്ലീറ്റ് ചെയ്യുക. ഈ വേർഡ്സ് എല്ലാം നോട്ട് ബുക്കിൽ എഴുതി കാണാം അടുത്ത ദിവസം. അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നത്. അപ്പൊ ലോമടി എന്നുള്ളത് എന്താണ്? ഹൈപ്പൻ ഇടുക, ഫോക്സ് എഴുതുക, സമോസ എന്നുള്ളത് ഹൈപ്പൻ ഇടുക, സമോസ എഴുതുക. ഓക്കെ. അയാൻ വിജേഷ്. അയാൻ. അയാന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ചോദിക്കുമ്പോ ഇങ്ങനെ താഴ്ത്തി കാണിക്കുവാണ്. അതെങ്ങനെ നിന്റെ മുഖം ഞാൻ കാണുന്നില്ലല്ലോ അയാനെ. അയാൻ. അയാൻ വിജേഷ്. Where is your face? ഇതെന്താ നീ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നേ? മുഖത്ത് നോക്കി സംസാരിക്ക്. അമൻ മാധവ്. Bhojan, food, walnut, വാൾനട്ട്. നെക്സ്റ്റ് വേർഡ് koel, cuckoo, lomadi, box, samose, samosa. then write in your notebook. Okay. Nadia. Dhol, drum, godi, lamp, ലാമ്പല്ല, ലാപ്പ്. LAP. ലാപ്പ് എന്നാട്ടോ. bhojan, food, agarot, walnut, Okay. Next word koel, what is the English word of coil? cuckoo, Okay. Next lomadi, samosas. Okay. Very good. Sarah Maria. Dhol, drum, godi, lamp, bhojan, food, agarot, walnut, koel, cuckoo,
Lomadi fox. Samosa. Okay, very good. Niyadas. വായിക്ക്. Doll. Doll. Drum. ഗോതി. Godi. Lap. Bojan. Agrodi. Dot. Koyal. Cuckoo. Samosa. Oh, very. Next, Savio Joe. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ പഠിക്കേണ്ടത് മനസ്സിലായില്ലേ? ഏതാ പഠിക്കേണ്ടതും എങ്ങനെയാ പഠിക്കേണ്ടത് മനസ്സിലായി. സാവിയോ എന്താണ് ഉണ്ടാവുന്നത്? അൺമ്യൂട്ട് ചെയ്യ് സാവിയോ. ഓക്കെ, നമ്മൾക്കൊരു 7 മിനിറ്റേ ഉള്ളൂ. സാവിയോ റീഡ് ഫാസ്റ്റ്. പിന്നെ മനസ്സിലാവുന്നില്ലേ? കേൾക്കുന്നില്ലേ? സാവിയോയ്ക്ക് മാത്രമാണല്ലേ പ്രശ്നം. റസീൻ യൂസഫ്. എന്താണ് റസീൻ? വായിക്കുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യേ. ഇതെന്തിനാ മ്യൂട്ട് ആക്കുന്നേ? Rasin, please unmute your phone. Okay, then read fast. Doll. Drum. ഭോജൻ. Gojan. ഭോജൻ. Bojan. ഫുഡ്. Food. ഗോപി. Gobi. ഗോതി. Godi. ലാപ്പ്. Lap. അക്രോഡ്. Agrod. വാൾനട്ട്. Walnut. കോയൽ. Coil. കു. Cuckoo. ലോമടി. Fox. Tota. Parrot. സമോസ. Samosa. തോത്തയോ? എവിടെ തോത്തനെ കിട്ടിയേ? ധോൽ കിസ്നെ ബജായ എന്നിടത്ത് ലോമടി നാട്ടോ. ലോമടി ഫോക്സ്. കറക്റ്റ് അല്ലെങ്കിൽ അവിടെ മാറ്റി എഴുതണേ. മുഹമ്മദ് ആബീസ്. ഇത്രയും കേട്ടതല്ലേ? അപ്പൊ മുഹമ്മദ് ആബീസിന് ഇത് ആൻസർ പറയാം. അൺമ്യൂട്ട് ചെയ്തേ. വായിക്ക്. Doll. Drum. പിന്നെ ഇത് താഴെ Godi. Map. മാപ്പല്ല, ആപ്പല്ലേ? Lap. നോക്കി വായിക്കും. ഇത് Goji. ഭോജൻ. Bojan. Food. നോക്കി ഇതില് നോക്കുമോനെ. അഗ്രോട്ട്. Agrod. ഇംഗ്ലീഷ് വരുന്നത് WA. അതിന് കൂട്ടി വായിക്കും. വാൾനട്ട്. Walnut. കോയൽ. Coil. ഇതോ കോയൽ ഇംഗ്ലീഷ് എന്താ പറഞ്ഞേ? മിസ് എന്താ പറഞ്ഞതിന്? പറഞ്ഞോ. കുക്കു. നീ കുക്കു. ഓക്കെ, നെക്സ്റ്റ്. Long. വായിക്കല്ലോ. Long. किसने बजाया? ढोल किसने बजाया? ലോമടി. ലോമടി ഇംഗ്ലീഷ്
F-O-T. Fox. Fox. Okay. ഇനിത് ഇതാ സബ്നെ മെയിൽ ചുരുക്ക ക്യാദായി എന്നാ കഴിച്ചത് ഇത് Muse. അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞത് മിസ് Samosa. സമോസാസ്. ഓക്കെ, രക്ഷപ്പെട്ടു. ഇനി പറയണേ, പക്ഷെ ഇതൊന്നും പോരാ, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതി തന്നെ കാണിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സില് എഴുതി കാണിക്കാൻ പറഞ്ഞ എന്താണ്, നെക്സ്റ്റ് ടെസ്റ്റ് ഇടുമ്പോ അത് പഠിക്കാൻ വേണ്ടി. ആരാണുള്ളത്? 2 മിനിറ്റേ ഉള്ളൂ. ആരാണെങ്കിൽ വായിക്കാനുള്ളത്? കുറെ പേരുണ്ട്. ഓക്കെ, ദെൻ മതി, വായിച്ച് കേട്ടതല്ല എല്ലാവരും തന്നെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? വായിക്കാനുള്ള പ്രാക്ടീസായി. ഇനി അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി ഞാൻ എഴുതാൻ പറഞ്ഞത് എന്തിനാണ്? ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുമ്പോൾ പറയല്ല വേണ്ടത്, പേപ്പറിൽ എഴുതുക വേണ്ടത് അല്ലേ? അപ്പൊ ഇപ്പൊ അതിന്റെ ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് വേർഡും കൂടെ നമ്മൾ വായിച്ച് പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അത് ബൈ ഹാർട്ട് ആയിട്ട് പോകും. ഹിന്ദി നമ്മൾക്ക് പഠിക്കണമെങ്കിൽ കുറെ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ തന്നെ ആ വേർഡ്സിന്റെ കുറേ വേർഡ്സ് പഠിക്കണം. അതുപോലെ ആ വേർഡ്സിന്റെ മീനിങ് പഠിച്ചു വരണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കുറച്ച് വലിയ ക്ലാസ്സിലോട്ട് കുറച്ച് സെന്റൻസ് ഒക്കെ എഴുതാനൊക്കെ ആവുമ്പോൾ ഈ വേർഡ്സ് അറിയെങ്കിൽ, അത് വേർഡ്സിന്റെ മീനിങ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പഠിച്ചില്ലെങ്കിലും പാരന്റ്സ്, അമ്മമാര് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കുറെ വേർഡ്സും മീനിങ്ങും. അപ്പൊ കുട്ടികളെ അമ്മമാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഓരോ വേർഡ്സും കണ്ടുപിടിച്ച് പറയുന്നത്. അത് മനസ്സിലാവുന്നുണ്ട്. ബുക്കൊന്നും അല്ല അവരുടെ ആവശ്യം, അമ്മമാരുടെ മുഖം അല്ലേ? അപ്പൊ ഹാബിസൊക്കെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പം പറഞ്ഞു ഇത്രയും നേരം. അമ്മ എത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് വായിച്ച് പ്രാക്ടീസ് ആക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എക്സാം ക്ലാസ് ടെസ്റ്റിന് വേണ്ടി റെഡി ആയിട്ട് വരിക. നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പൊ തുറന്ന് പഠിക്കണം. നമ്മൾ കുറെ പ്രാവശ്യം, ടീച്ചറും അമ്മയും കുറെ പ്രാവശ്യം പറഞ്ഞതിന് കൂടെ ടീച്ചറെ പഠിക്കുള്ളൂ അല്ലേ? നമ്മളെ പഠിക്കുള്ളൂ. നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ തുറക്കുന്നില്ലല്ലോ. വെറുതെ എഴുതി കൂട്ടുവാണ്. നോട്ട്ബുക്ക് എഴുതി നിറച്ചിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. ഒന്നും വായിക്കാൻ അറിയത്തില്ല. അപ്പൊ അത് ചെയ്യാം. ഓൾ ഓഫ് യു read your textbook, study well. Okay. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? 1 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ കട്ടാവും. Then bye bye. See you. Bye.